നമസ്കാരം. സിനിമയ്ക്കകത്തും പുറത്തും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവർ തന്നെയാണ് മോഹൻലാലും പ്രിയദർശനും. ഇരുവരും ഒരുമിച്ചുള്ള കൂട്ടുകെട്ടിലെത്തിയ സിനിമകളെല്ലാം വലിയ വിജയമായി മാറിയിരുന്നു. മോഹൻലാലിന് പല ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച് കരിയർ മാറ്റിയതിന് പിന്നിലും പ്രിയദർശന് വലിയ പങ്കുണ്ട്. ഇരുവരും ഒന്നിച്ച ചിത്രങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. എന്നാൽ അടുത്തിടെ മലയാള സിനിമയിലെ നിർമ്മാതാക്കൾ ആരോപണമായി രംഗത്ത് വന്നപ്പോൾ മറുവശത്ത് മോഹൻലാലിൻ്റെ അടുത്ത സഹായി കൂടിയായ ആന്റണി പെരുമ്പാവൂർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആരോപണം ഉന്നയിച്ചതാവട്ടെ പ്രിയദർശൻ്റെയും മോഹൻലാലിൻ്റെയും അടുത്ത സുഹൃത്ത് സുരേഷ് കുമാറും. നിർമ്മാതാക്കൾ അനുഭവിക്കുന്ന വിഷമതകളെക്കുറിച്ച് സുരേഷ് കുമാർ പറഞ്ഞ വാക്കുകൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോഴിതാ വർഷങ്ങൾക്ക് മുൻപ് പ്രിയദർശൻ ഒരുക്കിയ മോഹൻലാൽ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് വലിയ കടക്കണിയിൽ ആയതും അതിനൊരു കാരണഹേതുവായ പ്രതികാര കഥയുമൊക്കെ പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. അതെങ്ങനെയായിരുന്നു? കടത്തനാടൻ അമ്പാടി എന്ന ചിത്രത്തിൻ്റെ നിർമ്മാണവേളയിൽ കരഞ്ഞുകൊണ്ടാണ് പ്രിയദർശൻ എൻ്റെ അടുക്കിലേക്ക് വന്നത്. അതിന് കാരണം നിർമ്മാതാവ് സാജൻ വർഗീസിൻ്റെ ഒരു തീരുമാനമായിരുന്നു. ഈ ചിത്രത്തിൽ ലിസിയെ വേണ്ടെന്നായിരുന്നു സാജൻ്റെ നിർദ്ദേശം. പ്രിയനും ലിസിയും തമ്മിൽ പ്രണയം കത്തി നിൽക്കുന്ന സമയമായിരുന്നു അത്. തൻ്റെ പ്രാണപ്രിയയെ ആ ചിത്രത്തിൽ അഭിനയിപ്പിക്കാൻ കഴിയാത്തതിൽ പ്രിയൻ വലിയ ദുഃഖത്തിലായിരുന്നു. പ്രിയദർശനെ പോലെ ഒരു സംവിധായകനെ പിണക്കിയത് സാജൻ വലിയൊരു ബുദ്ധിമോശമായി പോയി എന്ന് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ മലമ്പുഴയിലും നവോദാസ് സ്റ്റുഡിയോയിലുമായി കടത്തനാടൻ അമ്പാടിയുടെ ജോലികൾ തുടങ്ങി. ചില ലക്ഷങ്ങൾ ചിലവഴിച്ചുള്ള സെറ്റാണ് ചിത്രത്തിനായി പണി കഴിപ്പിച്ചത്. പണം വാരിക്കോരി ചിലവഴിച്ചു. അവിടെ വെച്ചാണ് ചിത്രത്തിൻ്റെ ഷൂട്ടും അതിനൊപ്പം സാജൻ്റെ കൗണ്ട് ഡൗണും തുടങ്ങിയതെന്ന് പറയാം. ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിനിടയിൽ ചില രസകരമായ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രിയനും മോഹൻലാലും ഒരു ഹോട്ടലിൽ വെച്ച് മദ്യപിച്ച് പൂസായി. കാറിൻ്റെ ഡിക്കിയിൽ യാത്ര ചെയ്യണം എന്ന ആഗ്രഹമായിരുന്നു മോഹൻലാലിന്. എന്നാൽ ഇതിനെ പ്രിയൻ എതിർത്തു. ഇതോടെ ലാലിൻ്റെ വാശി കൂടി. ലഹരിയുടെ സ്വാധീനത്തിലായിരുന്നു പ്രിയൻ. അവസാനം സമ്മതിച്ചു. മോഹൻലാലിനെ ഡിക്കിയിൽ കിടത്തി യാത്ര തുടങ്ങി. മോഹൻലാൽ ഹോട്ടലിൽ എത്തിയതിനു ശേഷം പ്രിയദർശൻ സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് ഡിക്കിയിൽ ഒരു സാധനമുണ്ടെന്നും അതെടുത്ത് പുറത്തോട്ട് ഇടണമെന്നും പറഞ്ഞു. സെക്യൂരിറ്റി വന്ന് ഡിക്കി തുറന്നതും തല ഉയർത്തി വരുന്ന മോഹൻലാലിനെയാണ് കണ്ടത്. പെട്ടെന്ന് അത് കണ്ട് പേടിച്ചു പോയ സെക്യൂരിറ്റി അയ്യോ മോഹൻലാൽ എന്ന് ഉറക്കെ അലറിക്കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. ഇനി സാജൻ പ്രൊഡക്ഷനിലേക്ക് തിരിച്ചു വന്നാൽ ചിത്രം പുരോഗമിക്കവേ ഓറിയൻ്റൽ ഫിനാൻസ് കമ്പനിയുടെ വിവിധ ശാഖകളിൽ നിന്നും പണം ഷൂട്ടിനായി എത്തിത്തുടങ്ങി. ഏതോ ഇംഗ്ലീഷ് ചിത്രം കണ്ട് അതുപോലെ ടണൽ വേണമെന്ന് പ്രിയൻ പറഞ്ഞപ്പോൾ അതുണ്ടാക്കി. പക്ഷേ ലക്ഷങ്ങൾ മുടക്കി ഉണ്ടാക്കിയ ആ ടണൽ ടാങ്കിലെ ശക്തമായ വെള്ളമൊഴുക്ക് കാരണം തകർന്നടിഞ്ഞു. അപ്പോഴേക്കും ഓറിയൻ്റൽ ഫിനാൻസ് വലിയ പ്രതിസന്ധിയിലായിരുന്നു. എങ്ങനെയെങ്കിലും പണം തീർത്തു തരാൻ സാജൻ ആവശ്യപ്പെട്ടെങ്കിലും ആ ദയനീയ അഭ്യർത്ഥനയിൽ പോലും പ്രിയൻ്റെ മനസ്സലഞ്ഞില്ല. ഒടുവിൽ സാജൻ്റെ കമ്പനി പൊട്ടി. ചൗധരിയിൽ നിന്നും പടം പണയം വെച്ച് സാജന് പണം വാങ്ങേണ്ടി വരികയും ചെയ്തു. ഒടുവിൽ കോടതിയുടെ ഇടപെടൽ മൂലമാണ് ചിത്രം റിലീസ് ചെയ്തത്. നവോദയാണ് അതിനായി ചുമതലപ്പെടുത്തിയത്. എന്നാൽ സിനിമ വമ്പൻ പരാജയമായി മാറുകയാണ് ചെയ്തത്. എന്നിട്ടും പ്രിയദർശൻ വലിയ സംവിധായകനായി മാറി. ഇത്രയൊക്കെ പ്രതിസന്ധികളിൽ നിന്നും കരകയറി സാജൻ വർഗീസ് കൂടുതൽ നല്ല നിലയിലെത്തുകയും ചെയ്തു. അന്ന് ലിസിയെ വിലക്കാതിരുന്നെങ്കിൽ ഒരുപക്ഷെ സാജന് ഈ ഗതി വരുമായിരുന്നില്ല എന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത്.